നമുക്ക് കാര്യങ്ങൾ ഒരൽപ്പം വിശദമായി തന്നെ സംസാരിക്കാം. ഇന്ന് ഒരുപാട് പുരുഷന്മാർ സ്വന്തം ശരീരപ്രകൃതിയെക്കുറിച്ച്, പ്രത്യേകിച്ച് ശരീരത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് ആലോചിച്ച് നിശബ്ദമായി ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഇന്റർനെറ്റിലും മറ്റും കാണുന്ന യാഥാർത്ഥ്യമില്ലാത്ത കാര്യങ്ങൾ കണ്ട് വെറുതെ ടെൻഷനടിക്കുന്നവരാണ് പലരും. മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്ത് വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക: നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഇത്തരം ചിന്തകൾ വളരെ സാധാരണമാണ് കേട്ടോ. ഇതുപോലുള്ള ആരോഗ്യപരമായ വിവരങ്ങൾ ഏറ്റവും ശാന്തമായും വ്യക്തമായും നമ്മൾ ഈ ചാനലിലൂടെ എപ്പോഴും സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി അറിയാനും നിങ്ങളുടെ സംശയങ്ങൾ മാറ്റാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകാൻ നമ്മൾ എപ്പോഴും കൂടെയുണ്ടാകും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ വിഷയം: ശരിക്കും എന്താണ് ഒരു സാധാരണ വലിപ്പം? ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളീ ഓൺലൈനിലും മറ്റും കാണുന്ന പല കാര്യങ്ങളും യഥാർത്ഥ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. ഒരു പുരുഷന്റെ ശരീരം എങ്ങനെ ആയിരിക്കണമെന്നതിനെക്കുറിച്ച് അത് നമ്മുടെ മനസ്സിൽ വലിയ തെറ്റായ ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വലിയ സർവേയുടെ ഞെട്ടിക്കുന്ന ചില കണക്കുകൾ ഞാൻ പറയാം. ഏകദേശം 55% പുരുഷന്മാരും തങ്ങളുടെ ശരീരത്തിൽ ഒട്ടും സന്തുഷ്ടരല്ല എന്നാണ് ആ പഠനം പറയുന്നത്. എന്നാൽ ഇതേ കാര്യം അവരുടെ പങ്കാളികളോട് ചോദിച്ചപ്പോൾ 85% പങ്കാളികളും ഇതിൽ പൂർണ്ണ തൃപ്തരാണെന്നാണ് മറുപടി നൽകിയത്. ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തോന്നുന്ന കുറവുകൾ പലപ്പോഴും നിങ്ങളുടെ മാത്രം തോന്നലാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ പങ്കാളിക്ക് അതൊരു പ്രശ്നമേ അല്ല എന്നതാണ് സത്യം. ഈ ഒരു കാര്യം തിരിച്ചറിയുന്നത് തന്നെ നിങ്ങളുടെ പകുതി സങ്കടവും മാറ്റാൻ സഹായിക്കും. ഇനി മെഡിക്കൽ സയൻസ് എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് നോക്കാം. ശരിക്കും ഒരു പുരുഷന്റെ ശരാശരി വലിപ്പം എന്ന് പറയുന്നത് 13.2 സെന്റിമീറ്റർ അല്ലെങ്കിൽ ഏകദേശം 5.2 ഇഞ്ചാണ്. മെഡിക്കൽ സയൻസിൽ ഒരു അസാധാരണത്വമായി, അതായത് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കണക്കാക്കുന്നത് വലിപ്പം 7.5 സെന്റിമീറ്ററിൽ താഴെയാണെങ്കിൽ മാത്രമാണ്. ഇതിനെയാണ് വൈദ്യശാസ്ത്രത്തിൽ മൈക്രോ പീനിസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ നിങ്ങൾ വളരെ ആശ്വാസത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്: നമ്മുടെ ജനസംഖ്യയിൽ 1% താഴെ ആളുകളിൽ മാത്രമേ ഈയൊരവസ്ഥ കാണപ്പെടുന്നുള്ളൂ. അതായത് മിക്കവാറും പേർക്കും, ഒരുപക്ഷെ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും വൈദ്യശാസ്ത്രപരമായി യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. ശാരീരികമായി യാതൊരു പ്രശ്നവുമില്ലെങ്കിലും പലരും വല്ലാത്ത മാനസിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതിനെ നമ്മൾ സ്മോൾ പീനിസ് ആങ്സൈറ്റി എന്നാണ് വിളിക്കുന്നത്. ഇതൊരു യഥാർത്ഥ മാനസികാവസ്ഥയാണ്. സ്വന്തം ശരീരത്തിന് ആവശ്യത്തിന് വലിപ്പമില്ല എന്ന തെറ്റായ ചിന്ത കാരണം ദിവസവും മണിക്കൂറുകളോളം അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ച് വിഷമിക്കുകയും അത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ തന്നെ ബാധിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണിത്. ഇത് നിങ്ങളുടെ മാത്രം കുഴപ്പമല്ല കേട്ടോ. ഇതൊരു അംഗീകരിക്കപ്പെട്ട മാനസിക സംഘർഷമാണ്. ഇതിന് വളരെ കൃത്യമായ പരിഹാരങ്ങളുമുണ്ട്. ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. പലരുടെ മനസ്സിലുള്ളൊരു സംശയമാണിത്: ശസ്ത്രക്രിയ അല്ലാത്ത മാർഗങ്ങൾ ശരിക്കും ഫലപ്രദമാണോ? നിങ്ങൾക്ക് സ്വാഭാവികമായും ഒരു സംശയം തോന്നാം: ഓൺലൈനിൽ കാണുന്ന സർജറി അല്ലാത്ത ചികിത്സകൾ ശരിക്കും വർക്കാകുമോ എന്ന്. ഡോക്ടർമാർ നടത്തിയ പഠനങ്ങളിൽ വളരെ ചെറിയ തോതിലെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരേയൊരു മാർഗം പിനൈൽ എക്സ്റ്റൻഡറുകളാണ്. എന്നാൽ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ദിവസവും മണിക്കൂറുകളോളം, അതും മാസങ്ങളോളം വളരെ കൃത്യമായി ഈ ഉപകരണം ഉപയോഗിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഒരു ഫലം ലഭിക്കൂ. അങ്ങനെ കഠിനമായി ശ്രമിച്ചാൽ തന്നെ പരമാവധി ഒരു 2 സെന്റിമീറ്റർ മാത്രമാണ് മാറ്റമുണ്ടാവുക. ഇതിനു പുറമെ മരവിപ്പ്, വേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും വലിയ സാധ്യതയുണ്ട്. ഇത്രയും സമയം ചിലവഴിച്ചിട്ടും യാതൊരു ഫലവും കിട്ടാത്ത അവസ്ഥയും പലരിലും ഉണ്ടാകാറുണ്ട് എന്നതാണ് യഥാർത്ഥ വസ്തുത. അടുത്തതായി പലരും ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്: ഈ ഓൺലൈനിൽ കാണുന്ന മറ്റു ഉൽപ്പന്നങ്ങളും ഇഞ്ചക്ഷനുകളും ശരിക്കും സുരക്ഷിതമാണോ എന്ന്. പെട്ടെന്ന് ഫലം ലഭിക്കുമെന്ന് വിശ്വസിച്ച് പലരും ഇത്തരം പരസ്യങ്ങൾക്ക് പിന്നാലെ പോകാറുണ്ട്. ഇതിനെക്കുറിച്ചുള്ള മെഡിക്കൽ ലോകത്തിന്റെ യഥാർത്ഥ നിലപാടെന്താണെന്ന് നമുക്ക് നോക്കാം. വാക്വം ഉപകരണങ്ങൾ വലിപ്പം വർദ്ധിപ്പിക്കാൻ ഒട്ടും സഹായിക്കില്ല എന്നുതന്നെയാണ് മെഡിക്കൽ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇനി ഇഞ്ചക്ഷനുകളുടെ കാര്യമെടുത്താലോ, അത് വളരെ വളരെ അപകടകരമാണ് കേട്ടോ. ശരീരത്തിന്റെ ആ ഭാഗത്ത് ഇത്തരം ഇഞ്ചക്ഷൻ എടുക്കുന്നത് നാഡികൾക്ക് വലിയ തകരാറുകൾ സംഭവിക്കാനും മരവിപ്പുണ്ടാകാനും ചിലപ്പോൾ സ്ഥിരമായ വൈകല്യങ്ങൾക്കും കാരണമാകും. ഈ അപകടങ്ങൾ ചിലപ്പോൾ അപ്പത്തന്നെ വരണമെന്നില്ല, മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ശേഷമാകും പുറത്തുവരിക. അതുകൊണ്ട് ഇത്തരം പരീക്ഷണങ്ങൾക്ക് ദയവായി നിൽക്കരുത് എന്ന് ഞങ്ങൾ ഡോക്ടർമാർ കർശനമായി തന്നെ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരാം: ശസ്ത്രക്രിയകൾ. ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്താണ്? ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാകും ശസ്ത്രക്രിയയിലൂടെ ഈ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാമെന്ന്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്.
ഇത്തരം ശസ്ത്രക്രിയകൾ മെഡിക്കൽ ലോകത്ത് ഇന്നും പൂർണ്ണമായും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നല്ല. അവ പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രമുള്ളവയാണ്. ലിഗമെന്റ് മുറിച്ചു മാറ്റുന്നതുപോലുള്ള ശസ്ത്രക്രിയകൾ ചിലയിടങ്ങളിൽ ചെയ്യാറുണ്ടെങ്കിലും മിക്കവാറും രോഗികൾക്ക് അതിന്റെ ഫലത്തിൽ ഒട്ടും തൃപ്തിയുണ്ടാകാറില്ല എന്നതാണ് അനുഭവം. മാത്രമല്ല, ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കുകയും ചെയ്യും. കർശനമായ നിരീക്ഷണത്തിലുള്ള പഠനങ്ങൾക്കല്ലാതെ ഇത്തരം ശസ്ത്രക്രിയകൾ സാധാരണഗതിയിൽ ഒരു യൂറോളജിസ്റ്റും ചെയ്യാൻ ശുപാർശ ചെയ്യാറില്ല. ഇനി നമ്മൾ സംസാരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്: മാനസികാരോഗ്യം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് നോക്കാം. ശാരീരികമായ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈയൊരു മാനസികാവസ്ഥയിലൂടെ കടന്നുപോകുന്ന പുരുഷന്മാർക്ക് ഏറ്റവും ഫലപ്രദമായ ചികിത്സ ഒരു നല്ല സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടുക എന്നത് തന്നെയാണ്. അതിലൊട്ടും നാണിക്കാനില്ല. നിങ്ങളെ ആരും കുറ്റപ്പെടുത്തുകയുമില്ല. കൗൺസിലിംഗിലൂടെ ശരീരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അനാവശ്യ ഭയവും ഉത്കണ്ഠയും മാറുകയും സാധാരണ വലിപ്പത്തെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതിലെ ഏറ്റവും വലിയ കാര്യം എന്താണെന്നാൽ, സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ലഭിച്ച ഭൂരിഭാഗം പുരുഷന്മാരും പിന്നീട് ഇത്തരം ശാരീരികമായ മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കാറില്ല എന്നതാണ്. അവരുടെ ഉത്കണ്ഠകൾ മാറുകയും അവർക്ക് വലിയ സമാധാനം ലഭിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ ഈ സംസാരത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു കാര്യം എപ്പോഴും ഓർക്കുക. യഥാർത്ഥ ലൈംഗിക ആരോഗ്യമെന്നത് ശാരീരികമായ അളവുകളിലല്ല ഇരിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ആത്മവിശ്വാസത്തിലും പങ്കാളിയുമായുള്ള തുറന്ന ആശയവിനിമയത്തിലും നിങ്ങളുടെ വൈകാരികമായ അടുപ്പത്തിലുമാണ്. ഓൺലൈനിലെ ഇത്തരം വ്യാജ വാർത്തകളും വീഡിയോകളും കണ്ട് വെറുതെ സ്വന്തം ശരീരത്തെ വെറുക്കാതിരിക്കുക. നിങ്ങൾക്കെന്തെങ്കിലും സംശയങ്ങളോ മാനസിക ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു അംഗീകൃത യൂറോളജിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ നേരിട്ട് കണ്ട് സംസാരിക്കുക. നിങ്ങളെ കേൾക്കാനും സഹായിക്കാനും അവരെപ്പോഴും തയ്യാറാണ്. ഇന്നത്തെ ഈ വിവരങ്ങൾ നിങ്ങൾക്കൊരുപാട് ആശ്വാസവും വ്യക്തതയും നൽകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ആരോഗ്യകരമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എപ്പോഴും ഓർക്കുക, സ്വന്തം ശരീരത്തെ സ്നേഹിക്കുക എന്നതാണ് ഏറ്റവും വലിയ ചികിത്സ. നന്ദി.